ടോണി ചേട്ടാ, ആസ് എ ഡോക്ടർ ഒരു വലിയൊരു പ്രൗഡ് മൂവ്മെന്റ് അല്ലേ ഇപ്പൊ? അതെയാണ് ഞാൻ ഫോട്ടോ എഴുതിട്ടുണ്ട്. പറഞ്ഞോ. ഇതൊരു വലിയ പ്രൗഡ് മൂവ്മെന്റ് അല്ലേ ഇങ്ങനെ നോക്കുന്ന സമയത്ത്? എന്നാ ഇപ്പൊ നമ്മുടെ ഒരു ക്യാമ്പയിനെ പറ്റി എന്താ പറയാനുള്ളത്? ക്യാമ്പയിനെ പറ്റി നേരത്തെ പറഞ്ഞു. നീ ആ സമയത്ത് റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് സ്തനാർബുദം അല്ലെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത്. അപ്പോ ഈ പിങ്ക് മന്ത് എന്ന് പറയുന്ന ഒക്ടോബർ മന്തില് നമ്മൾ സ്ത്രീകൾക്ക് അവരുടെ സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള മാമോഗ്രാം അല്ലെന്നുണ്ടെങ്കിൽ പല പല ടെസ്റ്റുകളുണ്ട്. അപ്പൊ ടെസ്റ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്ന സിസ്റ്റോ അല്ലെങ്കിൽ ഗ്രോത്തോ അല്ലെങ്കിൽ വേറെ എന്നുള്ള ഇനിയിപ്പോ ലേറ്റർ സ്റ്റേജ് ആണെങ്കിൽ പോലും അത് കണ്ടെത്തി എത്രയും പെട്ടെന്ന് രോഗം കണ്ടെത്തി ചികിത്സിക്കാനുള്ള ഒരു സമയം കിട്ടും. അപ്പൊ അത് ലേറ്റർ ആവാതെ ചികിത്സിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവനോടുകൂടി ഇരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. അമ്മയുടെ ഭാഗത്തുനിന്ന് എത്രത്തോളം ഇതൊരു സഹായമാണോ? അമ്മയുടെ ഭാഗത്ത് നമ്മുടെ അംഗങ്ങൾക്കും ഒരു അവയർനെസ് ആണ്, ബോധവൽക്കരണം കൂടിയാണ്. അതിനോടൊപ്പം തന്നെ അമ്മയുടെ അംഗങ്ങളും മെഡിക്കൽ ടെസ്റ്റും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയും കൂടിയാണ്. എത്രത്തോളം ഹെൽപ്ഫുൾ ആകും അമ്മയുടെ ഭാഗത്ത്? പാവപ്പെട്ട രോഗികൾക്ക് ഇപ്പൊ നമ്മൾ ഒക്ടോബർ 2 കഴിഞ്ഞ ഒക്ടോബർ ആദ്യ വാരം തന്നെ നമ്മൾ ഒരു അമ്മമാർക്ക് വേണ്ടി നമ്മൾ ഒരു ചെറിയ പരിപാടി നടത്തിയിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിരുന്നു. കണ്ടു കാണാനാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചോദിച്ചതല്ലേ? അല്ലല്ല, ഈ ഒരു ക്യാമ്പയിനുമായിട്ട് ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ മെഡിക്കൽ ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ മെഡിക്കൽ ടെസ്റ്റ് ഇപ്പൊ ബ്രസ്റ്റ് 360 എന്ന് പറഞ്ഞ അവയർനെസ് ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതോടനുബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഹോസ്പിറ്റലല്ലോ നടത്തുന്നത്. ഇത് ആൾക്കാർക്കുള്ള ഒരു ബോധവൽക്കരണമാണ്. അതോടനുബന്ധപ്പെട്ട് സാധാരണ ആശുപത്രികളിൽ വെച്ച് നടന്നതോടനുബന്ധപ്പെട്ട IRI ഇന്ത്യൻ റേഡിയോളജി അസോസിയേഷനോടനുബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊരു അവയർനെസ് ആണ്, ബോധവൽക്കരണമാണ്. അതോടനുബന്ധപ്പെട്ടപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അമ്മ അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം. 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ചാൻസ് കൂടുതൽ. അവരുടെ അടുത്ത് പറയാം. അവരെ ഇതിലൂടെ ബോധവൽക്കരിച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്ത് പറയാം. ഓക്കെയാണോ? ഓക്കെ. ഓക്കെ.